എൻ്റെ ഫസ്റ്റ് പടം ഒന്നുമുട്ടൊക്കെ അത് പുറത്തു വരുമ്പോൾ ആർക്കും അറിയില്ല നമ്മൾ ആരെന്ന്. എന്താ വെച്ചാൽ അവിടുത്തെ ജിയോഗ്രഫിയിൽ മാംഗ്ലൂർ അതൊരു ഓൾമോസ്റ്റ് സദൺ ഒരു ഇതാണ്, ഡിസ്ട്രിക്റ്റ് ആണ്, ദക്ഷിണ കന്നഡ. ആൻഡ് അവിടെ ഒരു സിനിമ കൾച്ചർ ഇല്ല. പിന്നെ അവിടുത്തെ സ്ലാങ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. നമ്മൾ അവിടുത്തെ ആൾക്കാർ അവിടുത്തെ ലാംഗ്വേജിൽ അവിടുത്തെ സ്റ്റോറി ചെയ്തു, അത് കർണാടകയിൽ ഹിറ്റ് അടിച്ചു. അപ്പോൾ ബാംഗ്ലൂരിൽ അത് വളരെ പോപ്പുലറായി. അപ്പോൾ പുനീത് സർ എൻ്റെ പ്രൊഡ്യൂസർക്ക് വിളിച്ചിട്ട് ഹി ആസ്ക്ഡ് us to come home. See, nobody knew that we would ever do a second film also. എപ്പോഴും ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് ഫിലിം ഹിറ്റ് അടിച്ചാൽ എല്ലാവരും അത് ഫ്ലൂക്കാണ് പറയുന്നത്, അത് ഫ്ലൂക്കായിട്ട് ഹിറ്റ് അടിച്ചതിന്. പക്ഷെ ഈ ആള് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹി കോൾഡ് us home and he showed us his house, and for the first time he went in his Facebook 2017 Facebook live for the first time and promoted our cinema. ഇത് എൻ്റെ ഫിലിം മാത്രമല്ല, അവർ എല്ലാം വെരി ഡിഫറെൻറ്റ് ഫിലിം വരുമ്പോൾ അവരെപ്പോഴും സപ്പോർട്ട് ചെയ്യും. സോ അതാണ് അവരുടെ ക്വാളിറ്റി. ഇപ്പോൾ ഈ പടം ഇറങ്ങുമ്പോഴും കുറേ ആൾക്കാർ വന്നിട്ട് അതിന് കമൻറ്റ് അടിക്കാൻ, ഐ തിങ്ക് വി ഷുഡ് ഹാവ് ഹാഡ് ഹിം ബിക്കോസ് ഹി വുഡ് ഹാവ് സപ്പോർട്ടഡ്. അതാണ് നമ്മുടെ ഫീൽ. ഏത് പടം വരുമ്പോഴും ആ പിന്നെ എപ്പോഴും വെരി വൈബ്രൻറ്റ്, വെരി he treats everybody equally, that kind of a good person. ഞാൻ അവരുടെ കൂടെ അവർ പ്രൊഡക്ഷനിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ നോ ഹിം പേഴ്സണലി. ഒരു തവണ ആ പടത്തിൻ്റെ പ്രൊമോഷൻ പോകുമ്പോൾ അവർ വീട്ടിലേക്ക് വിളിച്ചു, ഭക്ഷണമൊക്കെ വന്നു. അപ്പോൾ പോകുമ്പോൾ he recognized that I am from Mangalore and he made fish at home for me separately. ഞാൻ ഒരു ചെറിയ ആക്ടർ. അപ്പോൾ സോ ഇത്ര അവർ കെയർ, he takes care of everybody. He took care of everybody in that way. I think that's why we miss him every single time we do something and he's not there to see that film. Yeah.